dendritic cell can act as an antigen presenting cell for the T cell activation. Okay, നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ നൗ ദർ ഇസ് അനദർ കൈൻഡ് ഓഫ് ഡെൻഡ്രൈറ്റിക് സെൽ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദിസ് ലിംഫ് നോഡ്. ഈ ലിംഫ് നോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വേറൊരു ഡെൻഡ്രൈറ്റിക് സെൽസും കൂടെ നമ്മൾ പറയുന്നുണ്ടാവും, നോൺ ആസ് ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽ. പക്ഷെ അവരും ഈ ഡെൻഡ്രൈറ്റിക് സെല്ലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദി ഡെൻഡ്രൈറ്റിക് സെൽ ഓർ ഇമ്മ്യൂണോ, ഈ ഒരു നമ്മൾ ലിംഫോസൈറ്റിൽ പറയുന്ന ല്യൂക്കോസൈറ്റിൽ പറയുന്ന ഡെൻഡ്രൈറ്റിക് സെൽ എന്ന് പറയുന്ന ഹെമറ്റോപോയിസിസ് വഴി ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലിന് ഡിറൈവ് ചെയ്ത ഒരു സെല്ലാണ്. അതേസമയം ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ലിംഫ് നോഡിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടിഷ്യൂ ആണ്. ഇവര് ഈ പറയുന്ന ആന്റിജൻ പ്രസന്റേഷനോ അല്ലെങ്കിൽ ഫാഗോസൈറ്റോസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽ കാണിക്കുന്നില്ല. ബട്ട് ദേ ആർ ഇൻവോൾവ് ഇൻ ദി ആക്ടിവേഷൻ ഓഫ് ബി സെൽ. ഈ പറയുന്ന മെച്യൂർ സെൽസ് ലിംഫ് നോഡ്സിൽ കാണുന്ന ബി സെൽസിന്റെയൊക്കെ ആക്ടിവേഷനിലും അതിന്റെ ഒരു പ്ലാസ്മ സെൽ മെമ്മറി സെൽ ഡിഫറൻഷിയേഷനിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെല്ലാണ് ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽ എന്ന് പറയുന്നത്. ദേ കനോട്ട് ബി, യു ഷുഡ് നോട്ട് കൺഫ്യൂസ് ദം വിത്ത് ഡെൻഡ്രൈറ്റിക് സെൽസ്. ഓക്കെ, ഡെൻഡ്രൈറ്റിക് സെൽ ഇവരും ഇതൊരു ഇമ്മ്യൂൺ സെൽ അല്ല, ഇമ്മ്യൂൺ സെല്ലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദേ അസിസ്റ്റിംഗ് സെൽസ്. അവർ മാത്രമല്ല ഹെമറ്റോപോയിറ്റിക് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെംസ്, ഒരു സെല്ലും അല്ല ഈ ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഫൗണ്ട് ഇൻ ദി ഫോളിക്കിൾസ് ഓഫ് ലിംഫ് നോഡ്. ലിംഫ് നോഡിന്റെ ഉള്ളിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് കുറച്ച് റീജിയൻസ് കാണാൻ പറ്റും. ഇങ്ങനെ അവിടെയാണ് ബി സെൽസ് ഏറ്റവും കൂടുതൽ കാണുക. അതിനെ നമ്മൾ ലിംഫ് ഫോളിക്കിൾ എന്നാ പറയുക, ലിംഫ് ഫോളിക്കിൾ റീജിയൻ എന്ന് പറയുന്നത്. ബി സെൽസ് ഭയങ്കരമായിട്ട് കൂടുതലുള്ള ഏരിയ ആയിരിക്കും ലിംഫ് നോഡിന്റെ ഉള്ളിൽ. ഈ ലിംഫ് ഫോളിക്കിൾസിൽ കാണുന്ന ഒരു ഡെൻഡ്രൈറ്റിക് സെല്ലാണ് ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. Induction of B cells with follicular dendritic cells an important step in the maturation diversification of B cells. B സെൽസിന്റെ ബാക്കിയുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഡിഫറൻഷിയേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു ഫാക്ടർ മാത്രമാണ് ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു പ്രൊജന്റ് ഡിസ്കസ് ചെയ്ത്, അതായത് നമ്മുടെ ഗ്രാനുലോസൈറ്റ് മാക്രോഫേജ് പ്രൊജന്റിൽ നിന്ന് ഫോം ചെയ്ത മാക്രോഫേജ് ഡെൻഡ്രൈറ്റിക് സെൽ പ്രീകേഴ്സർ സെല്ലിൽ നിന്ന് ഫോം ചെയ്ത മോണോസൈറ്റ് ആദ്യം ബോൺ മാരോന്ന് റിലീസായി ബ്ലഡിലേക്ക് റിലീസ് ആവുന്ന, ബ്ലഡിൽ 2 ദിവസം സർക്കുലേറ്റ് ചെയ്തിട്ട് ദേ എൻ്റർ ഇൻ ടു ടിഷ്യൂസ് വെർ ദേ ഗെറ്റ് ട്രാൻസ്ഫോർഡ് ഇൻ ടു ടിഷ്യൂ റെസിഡന്റ് മാക്രോഫേജസ്, ടിഷ്യൂ റെസിഡന്റ് ഫാഗോസൈറ്റിക് സെൽസ് വിച്ച് ആർ മാക്രോഫേജസ് ആൻഡ് ഡെൻഡ്രൈറ്റിക് സെൽസ്. 2 ഫാഗോസൈറ്റിക് സെൽസും നമുക്ക് ബോഡിയിൽ ത്രൂ ആയിട്ട് കാണാൻ പറ്റും. ബട്ട് മാക്രോഫേജസ് ആണ് ഏറ്റവും കൂടുതൽ ടിഷ്യൂസിൽ കാണുക. ഡെൻഡ്രൈറ്റിക് സെൽസ് കൂടുതലും കാണുന്ന എവിടെയായിരിക്കും? ഏറ്റവും കൂടുതൽ മൈക്രോബ്സ് എൻട്രി ചെയ്യാൻ സാധ്യതയുള്ള ഏരിയയിലായിരിക്കും പ്രിഡോമിനന്റ്ലി നമ്മൾക്ക് ഡെൻഡ്രൈറ്റിക് സെൽസ് കാണാൻ പറ്റുക. എനിവേസ് ദ മേജർ ഫംഗ്ഷൻ ഓഫ് ദം ഇസ് ടു, ഫസ്റ്റ് ഫംഗ്ഷൻ ഇസ് ടു ഫാഗോസൈറ്റൈസ് ദി പാത്തജൻസ്, പാത്തജനെ ഫാഗോസൈറ്റൈസ് ചെയ്യുക. സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് ടു present the phagocytic particles or proteins to B cell or T cell for their activation. അപ്പോൾ ആന്റിജൻ പ്രസന്റിംഗ് സെല്ലായിട്ട് ആക്ട് ചെയ്യുക. And third function എന്ന് പറഞ്ഞാൽ it will be release of certain chemicals like cytokines for directing other immune cells to reach the site of infection. ഇതാണ് നമ്മുടെ മാക്രോഫേജസിന്റെയും ഡെൻഡ്രൈറ്റിക് സെൽസിന്റെയും മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നൗ ദി അതർ ടൈപ്പ് ഓഫ് സെൽസ് ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രാനുലോസൈറ്റ് മാക്രോഫേജ് പ്രൊജന്റ് ആർ ദി ഗ്രാനുലോസൈറ്റ്സ്. വൈ ഗ്രാനുലോസൈറ്റ്സ്? വേരിയന്റ് ഗ്രാനുൾസ് ബിക്കോസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഗ്രാനുൾസ്. ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്നത് വളരെ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ വളരെ പ്രൊമിനന്റ് ആയിട്ട് ഗ്രാനുൾസ് കാണാൻ പറ്റുന്ന സെൽസ് ആയതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ദ ഗ്രാനുലോസൈറ്റ് ഇൻക്ലൂഡ്സ് ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ ആൻഡ് മാസ്റ്റ് സെൽസ്. All contains distinct granules with different proteins, enzymes അല്ലെങ്കിൽ പല ഫങ്ഷൻസ് ഉള്ള പ്രോട്ടീൻസ് ആയിരിക്കും ഗ്രാനുൾസിന്റെ ഉള്ളിൽ ഉണ്ടാവുക. സോ ഗ്രാനുൾസ് ആർ ദ ഫ്രണ്ട് ലൈൻസ് ഓഫ് അറ്റാക്ക് ഡ്യൂറിങ് എൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള അറ്റാക്ക് അല്ല ഈ ഗ്രാനുലോസൈറ്റ്സും പ്രൊവൈഡ് ചെയ്യുക. അവർ ബ്ലഡിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ വെനെവർ ദേ കം ഇൻ കോൺടാക്ട് വിത്ത് പാത്തജൻ, അത് ഏത് പാത്തജൻ ആയാലും ദേ എലിസിറ്റ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. സോ ദേ ആർ ഓൾസോ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആൻഡ് കൺസിഡർഡ് ടു ബി എ പാർട്ട് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, innate immune system. Okay, now ഞാൻ പറഞ്ഞു they are known as granulocytes because they contain granules within their cytoplasm. These granules are released in response to contact with pathogen. അപ്പോൾ ഒരു പാത്തജനെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ലൈൻ ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ ഗ്രാനുളുടെ കണ്ടൻസ് റിലീസ് ചെയ്യാന്ന് പറയുന്നത്. ഗ്രാനുളുടെ കണ്ടൻസ് ചിലപ്പോൾ എൻസൈംസ് ആയിരിക്കും, പ്രോട്ടീൻസ് ആയിരിക്കും, ബട്ട് വിത്ത് ഡിഫറെന്റ് ഫങ്ഷൻസ്. ലൈക്ക് ഒന്ന് പാത്തജൻ ഡയറക്റ്റ്
ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രോട്ടീൻസ് ആയിരിക്കും, ലൈക് പ്രോട്ടിയേസസ്. അതായത് പാത്തജന്റെ സെൽ സർഫസിലുള്ള റിസപ്റ്റേഴ്സിനെ ഡാമേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാത്തജൻ റിലീസ് ചെയ്ത ടോക്സിൻസ് ഉണ്ടാവുമല്ലോ, ആ ടോക്സിൻസിനെ ഡിഗ്രേഡ് ചെയ്യുന്ന പ്രോട്ടീൻസോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടിയേസസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. അല്ലെങ്കിൽ പാത്തജന്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ തന്നെ ഏതെങ്കിലും രീതിയിൽ ബ്രേക്ക് ചെയ്യുന്ന ഏതെങ്കിലും പ്രോട്ടീൻസ് ആയിരിക്കും ഇവരിൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ ദേ വിൽ റെഗുലേറ്റ് ട്രാഫിക്കിംഗ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള സൈറ്റോകൈൻസ് പോലെയുള്ള വേറെ ഏതെങ്കിലും കെമിക്കൽസ്, അതായത് ബാക്കിയുള്ള വൈറ്റ് ബ്ലഡ് സെൽസ്, ബാക്കി അതായത് നമ്മുടെ നാച്ചുറൽ കില്ലർ സെല്ലോ അല്ലെങ്കിൽ ബാക്കി മാക്രോഫേജസോ ഡെൻഡ്രൈറ്റിക് സെൽസിനെയൊക്കെ അങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട്, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽസ് ആയിരിക്കാം. ആൻഡ് ഓൾസോ ദി കെമിക്കൽസ് അല്ലായിരുന്നു റീമോഡലിംഗ് ഓഫ് ടിഷ്യൂസ്. അതായത് പാത്തജൻ ഇൻഫെക്ട് ചെയ്ത് എന്തായാലും പാത്തജൻ വരുമ്പോൾ കുറച്ച് ഹോസ്റ്റ് സെൽസിനെ അറ്റാക്ക് ചെയ്ത് അതിനെ എന്താ പറയുക കേടാക്കി വെച്ചിട്ടുണ്ടാവും. ഈ ഒരു കേടായി കിടക്കുന്ന അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റ് സെൽസിനെ റീമോഡലിംഗ് ചെയ്ത് അവരെ നന്നാക്കി എടുത്ത് അവരുടെ ബാക്കി എന്താ പറയാ ഡെബ്രീസ് ഒക്കെ റിമൂവ് ചെയ്ത് ആ ഹോസ്റ്റ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്ത് ആ പോർഷനിൽ പകരം ന്യൂ സെൽസിനെ റീമോഡൽ ചെയ്ത് അവിടെ എന്താ പറയാ ഡാമേജ് മാറ്റാനുള്ള ഒരു പ്രോട്ടീൻസും ഈ പറയുന്ന ഗ്രാനുൾസിന്റെ ഉള്ളിലുണ്ടാവും. സോ ദേ മേ കണ്ടെയ്ൻ പ്രോട്ടീൻസ് ഫോർ ദ റീമോഡലിംഗ് ഓഫ് ടിഷ്യൂസ് അറ്റ് ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, നമ്മുടെ ബോഡിയിൽ 4 ടൈപ്പ് ഓഫ് സെൽസ് ആണ് നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ന്യൂട്രോഫിൽ എന്നാണ്. ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് നമ്മുടെ ബ്ലഡ്സിൽ കാണുന്നത് ന്യൂട്രോഫിൽ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അബണ്ടന്റിൽ കാണുന്നത് ഈസ്നോഫിൽ ആയിരിക്കും. മോണോസൈറ്റും പിന്നെ ഏറ്റവും ലോ എമൗണ്ടിൽ കാണുന്ന ബേസോഫിൽ ആയിരിക്കും. അപ്പം നമ്മൾ ബ്ലഡിന്റെ സ്മിയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് സ്മിയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒന്ന് RBC ആയിരിക്കും. RBC കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പിന്നെ ഏറ്റവും ചാൻസ് ഉള്ളത് ന്യൂട്രോഫിൽസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് BT ലിംഫോസൈറ്റ്സ് കാണാൻ പറ്റും, കാരണം അവർ കുറച്ചുകൂടെ ലാർജ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ മോണോസൈറ്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഡ്യൂ ടു ദ ലാർജ് ന്യൂക്ലിയസ്. ഞാൻ പറഞ്ഞില്ല, ഒരു ഏകദേശം 50% അവരുടെ ന്യൂക്ലിയസ് സെല്ലിനെ കവർ ചെയ്തതിന്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. സോ അത് നമുക്ക് കാണാൻ പറ്റും. ഈസ്നോഫിൽസും ബേസോഫിൽസും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാണാൻ പറ്റും. കണ്ടാൽ തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് അവരുടെ ഗ്രാനുൾസിന്റെ പ്രസൻസും, രണ്ടാമൊരു അവരുടെ ന്യൂക്ലിയസിന്റെ ഒരു പ്രസൻസും കാരണമാണ് നമ്മൾ അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. ബട്ട് അവര് നമ്പർ കുറവായതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാണാനും ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ആ ഗ്രാനുൾസിന്റെ ആ ലോബ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എളുപ്പമാണ്. ബട്ട് ദേ വിൽ ബി വെരി ലെസ് ഇൻ നമ്പർ. അവരുടെ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസിലുള്ള അളവ് ഭയങ്കര കുറവായിരിക്കും. ഏറ്റവും ന്യൂമറസ് ആയിട്ട് കാണുന്നത് ന്യൂട്രോഫിലാണ്. ന്യൂട്രോഫിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡിൽ പിന്നെ കാണുന്നത് ഹൈ കണ്ടന്റിൽ നമ്മുടെ BT ലിംഫോസൈറ്റ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോണോസൈറ്റ് ആയിരിക്കും. ദെൻ വിൽ ഹാവ് ഈസ്നോഫിൽ ആൻഡ് ബേസോഫിൽ ഏറ്റവും കുറവായ മോഡലും. സോ മേജർ വൺ ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ട് കാണുന്ന ല്യൂക്കോസൈറ്റ് ആണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. സോ ന്യൂട്രോഫിൽസും ഈ പറയുന്ന പോലെ നമ്മുടെ ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ദേ ആർ റിലീസ്ഡ് ഇൻ ടു ദ പെരിഫറൽ ബ്ലഡ്. ആ പെരിഫറൽ ബ്ലഡിൽ മോണോസൈറ്റ് പോലെയുള്ള കുറച്ച് കൂടുതൽ കാലം മോണോസൈറ്റ് ഒരു 1 to 2 days നിൽക്കുമെങ്കിൽ ന്യൂട്രോഫിൽസ് അത്രയൊന്നും ഉണ്ടാവില്ല. അവര് ഒരു few hours മാത്രമേ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുള്ളൂ. ദെൻ ദേ എൻ്റർ ഇൻ ടു ദ ടിഷ്യൂസ്. മോണോസൈറ്റ്സ് പോലെ ഒരു 2-3 ദിവസം ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്ത് നിൽക്കാൻ ന്യൂട്രോഫിൽസ് ഉണ്ടാവില്ല. റാപ്പിഡ്ലി ദേ വിൽ എൻ്റർ ഇൻ ടു ദ ടിഷ്യൂസിലും അവരുടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. കുറച്ച് ദിവസം മാത്രമേ ന്യൂട്രോഫിൽസ് ഉണ്ടാവുള്ളൂ. ദെൻ ദേ വിൽ ഡിഗ്രേഡ് ആൻഡ് ന്യൂ പോപ്പുലേഷൻ വിൽ ബി റിലീസ് ഫ്രോം ദ ബോൺ മാരോ. ഇനി ഒരു ഇൻഫെക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു സൈറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ന്യൂട്രോഫിൽസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. എവിടെ ബോൺ മാരോയിൽ കൂടുതലായിട്ട് ന്യൂട്രോഫിൽസ് ബ്ലഡിൽ റിലീസ് ചെയ്യും. സോ ദാറ്റ് ന്യൂട്രോഫിൽസ് കൂടുതലായിട്ട് നമ്മുടെ ഇൻഫെക്റ്റഡ് ടിഷ്യൂസിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് ന്യൂട്രോഫിൽസിന്റെ ഈ ഒരു ഇൻക്രീസ് ആയിരിക്കും. അതായത് നമ്മുടെ ബ്ലഡിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ WBCയിൽ തന്നെ ഏറ്റവും കൂടുതൽ എമൗണ്ടിൽ ന്യൂട്രോഫിൽസ് കാണാൻ പറ്റും. അങ്ങനെ ഒരു ട്രാൻസിയന്റ് ആയിട്ട് ഇൻഫെക്ഷന്റെ സമയത്ത് മാത്രം ട്രാൻസിയന്റ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ന്യൂട്രോഫിൽസിന്റെ എമൗണ്ട് നമ്പർ കൂടുതലായിട്ട് ബ്ലഡിൽ കാണുന്നതിനെയാണ് നമ്മൾ ല്യൂക്കോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ മേജർ ഇൻഡിക്കേഷൻ ഓഫ് ഇൻഫെക്ഷൻ. നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ബ്ലഡ് പ്രൊഫൈൽ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ന്യൂട്രോഫിൽസിന്റെ അളവിലുള്ള ഇൻക്രീസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ബോൺ മാരോയിൽ എന്തായാലും ഒരു
വലിയ റിസർവോയർ ഓഫ് ന്യൂട്രോഫിൽസ് ഉണ്ടാവും. അപ്പൊ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ പറഞ്ഞ ഈ മാക്രോഫേജസും ഡെൻഡ്രൈറ്റിക് സെൽസും ഒക്കെ കീമോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഈ സൈറ്റോകൈൻസും കീമോകൈൻസും ഒക്കെ നേരെ വന്ന് ബോൺ മാരോയിൽ ഇൻഫർമേഷൻ കൊടുക്കും ഫോർ ദ റിലീസ് ഓഫ് ന്യൂട്രോഫിൽസ്. ദെൻ ലാർജ് എമൗണ്ട് ഓഫ് ന്യൂട്രോഫിൽസ് ഇൻ ടു ദ is released into the blood. ബ്ലഡിലേക്ക് നേരെ റിലീസ് ചെയ്യും. ആ ന്യൂട്രോഫിൽസ് എല്ലാം വേഗം വന്ന് ടിഷ്യൂലേക്ക് പോകും. അപ്പോൾ ബ്ലഡിൽ കമ്പാരിറ്റീവ്ലി ന്യൂട്രോഫിൽസിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. 50 to 60% ന്യൂട്രോഫിൽസ് ഉള്ളത് ഒരു 70-80% വരെ ഭയങ്കരമായിട്ട് കൂടും. സോ ഇറ്റ് ഈസ് അതിനെ നമ്മൾ ഞാൻ പറഞ്ഞു ല്യൂക്കോസൈറ്റോസിസ് എന്ന് പറയുന്നു. ആൻഡ് ല്യൂക്കോസൈറ്റോസിസ് ഇസ് എ ഇൻഡിക്കേഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇനി വാട്ട് ഈസ് ദ പെർട്ടിക്കുലർ ഫീച്ചർ ഓഫ് ന്യൂട്രോഫിൽ? ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ള സെൽസിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു 3-4 ലെയർ ലോബ് നമുക്ക് അതിന്റെ ന്യൂക്ലിയസിനെ കാണാൻ പറ്റും. അതേസമയം ഈസ്നോഫില് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇയർ ഹെഡ് പോലെ ഒരു ബൈലോബ്ഡ് ആയിട്ടാണ് നമുക്ക് ഈസ്നോഫിലിന്റെ ന്യൂക്ലിയസ് കാണാൻ പറ്റുക. സോ വി കൻ ഡിസ്റ്റിംഗ്വിഷ് ഈസ്നോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ ബേസ്ഡ് ഓൺ ദ ന്യൂക്ലിയർ സ്ട്രക്ചർ ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ദ ഗ്രാനുൾസ്. ഇവിടെ കുറച്ചുകൂടെ വലിയ ഗ്രാനുൾസ് ആയിരിക്കും ന്യൂട്രോഫിലിന് വെൻ കമ്പയർ ടു ഈസ്നോഫിൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ഗ്രാനുൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഗ്രാനുൾസിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാത്തോജനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടാവും. മോസ്റ്റ്ലി ഇറ്റ് മേ കണ്ടെയ്ൻ പ്രോട്ടിയേസസ്. ഞാൻ പറഞ്ഞ പോലെ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ പാത്തോജന്റെ പ്രോട്ടീൻ സർഫസ് റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോക്സിൻസോ അതുപോലുള്ള പ്രോട്ടീൻ പാർട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രോട്ടീൻസ് ഉണ്ടാവും. പിന്നെ ആന്റിമൈക്രോബിയൽ പെപ്റ്റൈഡ്സ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫൻസ് പോലെ ആന്റിമൈക്രോബിയൽ ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് ഉണ്ടാവും. ദെൻ പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അവരുടെ തന്നെ പ്രോട്ടീൻസ്, അതായത് ന്യൂട്രോഫിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ ഈ പറയുന്ന ഡൈജസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാവും. ആൻഡ് വിൽ ഹാവ് ഹിസ്റ്റാമിൻസ് വിൽ ഇൻഡ്യൂസ് അലർജിക് റെസ്പോൺസസ്. അപ്പോൾ ഇവരുടെയും ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാനുൾസിൽ റിലീസ് ചെയ്ത പ്രോട്ടീൻസിന് പക്ഷെ ഒന്ന് ടിഷ്യൂ മോഡലിംഗ് ആയിരിക്കും. അതായത് ഡാമേജ് ആയിട്ടുള്ള ഹോസ്റ്റ് സെൽസിനെ എല്ലാം റിമൂവ് ചെയ്തോടെ പുതിയ സെൽസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആൻഡ് ഓൾസോ ദേ കെൻ ഇൻഫെക്ട് ഡയറക്ട് ഹാം ടു ദ പാത്തോജൻസ്. പാത്തോജന്റെ ബോഡിയിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ഡാമേജ് ഉണ്ടാക്കാം. റെഗുലേഷൻ ഓഫ് പ്രോട്ടിയേസസ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടിയേസസിന്റെ, അതായത് ആ ഒരു നമ്മുടെ ബോഡി ഈ ന്യൂട്രോഫിൽ അല്ലെങ്കിൽ നമുക്ക് ബോഡി ആവശ്യമുള്ള പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പാത്തോജൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ കൂടുതലായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രോട്ടീൻ പ്രൊഡക്ഷൻ. ദെൻ വാസോ ഡയലക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ, അതായത് ബ്ലഡ് വെസൽസ് കുറച്ചുകൂടെ ഡൈലേറ്റ് ചെയ്ത് കൂടുതലായിട്ട് സെൽസ് വരുന്നുണ്ടല്ലോ. ആൻഡ് ഓൾസോ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യും. സോ ദാറ്റ് ആ ഒരു എന്താ പറയുക, കൂടുതലായിട്ട് ഈ ഇൻഫെക്റ്റഡ് സെൽസിലേക്ക് കൂടുതലായിട്ട് ബാക്കിയുള്ള ഇമ്മ്യൂൺ സെൽസും കൂടെ വരാൻ വേണ്ടിയിട്ട് ഇൻഫ്ലമേഷനും കോസ് ചെയ്യും. ഇതെല്ലാം കോസ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടീൻസിൻ്റെ ഉള്ളിലുള്ള ഗ്രാനുൾസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടീൻസ് ആണ്. ലൈക്ക് ഡിഫെൻസിൻസ്, ലൈസോസൈം, ആന്റിട്രിപ്സിൻ, കൊളാജനേസ്, എലാസ്റ്റേസ്, ഇതെല്ലാം ഗ്രാനുൾസിലുള്ള ചില പ്രോട്ടീൻസിന്റെ എക്സാമ്പിൾസ് ആണ്. നൗ ദ സെക്കൻഡ് ഇസ് ബേസോഫിൽ. ബേസോഫിൽ എന്ന് പറയുന്നത് നോൺ ഫാഗോസൈറ്റോസിക്. നമ്മുടെ മാക്രോഫേജ് പോലെ ഫാഗോസൈറ്റോസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ബട്ട് ദ term basophil was given to these molecules because the granules contains proteins which usually stain blue with the standard staining protocols. അപ്പോൾ ബേസോഫിലിനെ ഈ പേര് വരാൻ കാരണം വെച്ചാൽ ഇവർ നമ്മൾ ആ ഒരു ഗ്രാനുവൽസ് എല്ലാം ബ്ലൂ സ്റ്റെയിൻ അല്ലെ ബേസിക് സ്റ്റെയിൻ അബ്സോർബ് ചെയ്യുന്നുണ്ടാണ്. അതുപോലെ തന്നെ ഈസ്റ്റോഫില് ഇങ്ങനെ വരാനുള്ള കാരണം നമ്മൾ യോസിൻ സ്റ്റെയിൻ വെച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഓറഞ്ച് നിറത്തിലായിരിക്കും ഇവന്റെ ഗ്രാനുവൽസ് കളറാവുക. അതുകൊണ്ടാണ് അതിനെ ഈസ്റ്റോഫിൽ എന്ന് വിളിക്കുന്നത്. റിലേറ്റീവ്ലി റേർ ഇൻ ദ സർക്കുലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂട്രോഫിൽസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും, പക്ഷേ ഈസ്റ്റോഫിലും ബേസോഫിലും കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് എമൗണ്ടിൽ നമ്മുടെ ബ്ലഡ് സെൽസിൽ കാണാൻ പറ്റുള്ളൂ. ഇൻ റെസ്പോൺസ് ഓഫ് ടു ബൈൻഡിങ് of circulating antibodies, basophils release the contents of their granules. അപ്പോൾ അവർ ഫാഗോസൈറ്റോസോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്യൊന്നുമില്ല. പകരം ബേസോഫിൽസ് വിൽ recognize antigen binded to antibodies. Antibody ആയിട്ട് ബൈൻഡ് ചെയ്ത ആന്റിജൻസിനെ മാത്രമേ ബേസോഫിൽ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. ആൻഡ് ദേ റിലീസ് ദ കണ്ടന്റ്സ് ഓഫ് ദ ഗ്രാനുൾസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ഓഫ് ദ ഗ്രാനുൾസ് ഹിസ്റ്റമിൻ. അപ്പോൾ ബേസോഫിൽ അപ്പോൾ എവിടെയായിരിക്കും കൂടുതലായിട്ട് ഇൻവോൾവ് ഉണ്ടാവുക? അവര് അലർജിക്
ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ അലർജിക് ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ മെയിൻ മീഡിയേറ്റേഴ്സ് ആയിരിക്കും ബേസോഫിൽ എന്ന് പറയുന്നത്. സോ compared to neutrophil, eosinophil and other leukocyte, basophil main function എന്ന് പറയുന്നത് it will not be phagocytosis but to involve in the allergic reactions. ബോഡിയിലുള്ള അലർജിക് റിയാക്ഷൻസിനൊക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്നത് ബേസോഫിൽ ആയിരിക്കും. സോ ദ ബേസോഫിൽ ദി ഹിസ്റ്റാമിൻ വിച്ച് ഇൻക്രീസസ് ദി ബ്ലഡ് വെസൽ പെർമിബിലിറ്റി ആൻഡ് സ്മൂത്ത് മസിൽ ആക്ടിവിറ്റി. അങ്ങനെ ബ്ലഡ് വെസൽ പെർമിബിലിറ്റി സ്മൂത്ത് മസിൽ ആക്ടിവിറ്റിയും കൂട്ടുന്ന സമയത്ത് കൂടുതലായിട്ട് മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. അത് അലർജിക് റെസ്പോൺസ് ആയിട്ട് നമ്മുടെ ബോഡിയിലുള്ള മാറ്റങ്ങളെല്ലാം ഇൻഡ്യൂസ് ചെയ്യുന്ന ഹിസ്റ്റാമിൻ റിലീസ് ചെയ്യുന്നത് ബേസോഫിൽസ് ആയിരിക്കും. സോ ദെയർ ഗ്രാനുൾസിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഹിസ്റ്റാമിൻ ആയിരിക്കും. ദെൻ ഓൾസോ വിൽ ഹാവ് സൈറ്റോക്രിൻസ് ആൻഡ് ലിപ്പിഡ് ലൈക്ക് മീഡിയേറ്റേഴ്സ്. സോ അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹിസ്റ്റാമിന്റെ ഫംഗ്ഷൻ ആയിരിക്കും, വാസോഡൈലേഷൻ ആൻഡ് സ്മൂത്ത് മസിൽ ആക്ടിവേഷൻ, ദെൻ റെഗുലേഷൻ ഓഫ് ഇൻഫ്ലമേഷൻ ആൻഡ് മോഡുലേഷൻ ഓഫ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ലൈക്ക് അവരും അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസിന് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ അലർജിക് റിയാക്ഷനിൽ ബേസോഫിൽസ് ഹിസ്റ്റാമിൻ പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ ഇതേപോലെ അലർജിക് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന വേറൊരു ഗ്രാനുലോസൈറ്റ് സെല്ലാണ് മാസ്റ്റ് സെൽ എന്ന് പറയുന്നത്. മാസ്റ്റ് സെല്ലിന്റെ കറക്റ്റ് ഫംഗ്ഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു മേജർ ഫംഗ്ഷനോ ഇതുവരെ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് ദേ ആർ ലൈക്ലി ടു ബി വെരി സിമിലർ ടു ബേസോഫിൽ. ബേസോഫിൽ പോലെ തന്നെ ഫംഗ്ഷൻസ് ആണ് മാസ്റ്റ് സെൽസും കാണിക്കുന്നതാണ് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദേ പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ IgE മീഡിയേറ്റഡ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. അതായത് അലർജിക് റിയാക്ഷൻസിൽ ബേസോഫിൽ പോലെ തന്നെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സെല്ലാണ് മാസ്റ്റ് സെൽ എന്ന് പറയുന്നത്. സ്ട്രക്ചറലി നമുക്ക് നോക്കുകയാണെങ്കിൽ ബേസോഫിലും മാസ്റ്റ് സെൽസും ഏകദേശം സിമിലർ ആയിരിക്കും. ഹൈ കണ്ടന്റ് ഓഫ് ഗ്രാനുൾസ് ഉണ്ടാവും ആൻഡ് ഓൾസോ ലാർജ് ന്യൂക്ലിയസും ഉണ്ടാവും. എക്സെപ്റ്റ് ഫോർ ദാറ്റ് മാസ്റ്റ് സെൽസിൽ ലോബ്ഡ് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അതേസമയം ബേസോഫിൽ നമുക്ക് ലോബ്ഡ് ന്യൂക്ലിയസ് കാണാൻ പറ്റും. Now the final one is eosinophil. Eosinophil എന്ന് പറയുന്നത് അപ്പോൾ ന്യൂട്രോഫിലും നമ്മുടെ ബേസോഫിലും പോലെയല്ല. ഈസ്നോഫിൽ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ലാർജർ സൈസ് ആണ്. അതായത് ന്യൂട്രോഫിലും ബേസോഫിലും കമ്പയർ ചെയ്യുമ്പോൾ ഈസ്നോഫിൽ കുറച്ചുകൂടെ ലാർജർ സൈസ് ആണ്. അപ്പോൾ സാധാരണ പാത്തജൻസിനെ കൂടാണ്ട്, അതായത് നമ്മുടെ ന്യൂട്രോഫിലിനെയും ബേസോഫിലിനെയും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് പാത്തജൻസ് ഉണ്ട്. അതായത് മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള കുറച്ചുകൂടെ ലാർജ് പാത്തജൻസ്. കൂടുതലും അങ്ങനെയുള്ളവരെ നമ്മൾ പാരസൈറ്റ്സ് എന്നാണ് വിളിക്കുക. അതായത് അവർ കുറച്ചുകൂടെ മൾട്ടി സെല്ലുലർ ആയിരിക്കും, കുറച്ചുകൂടെ ലാർജ് ആയിരിക്കും. അങ്ങനെയുള്ള സെൽസിനെ അറ്റാക്ക് ചെയ്യുന്ന ല്യൂക്കോസൈറ്റ് ആണ് ഈസ്നോഫിൽ എന്ന് പറയുന്നത്. സോ ദേ വിൽ ബി മോർ ഡീലിംഗ് വിത്ത് ഡിഫെൻസ് അഗെയിൻസ്റ്റ് മൾട്ടിസെല്ലുലർ പാരസൈറ്റിക് ഓർഗാനിസം. അതായത് നമ്മുടെ വോംസ് പോലെയുള്ള ബോഡിയിൽ എൻ്റർ ചെയ്യുന്ന പാരസൈറ്റ്സിനെതിരെയായിരിക്കും ഈസ്നോഫിൽസ് കൂടുതലായിട്ട് ആക്ട് ചെയ്യുക. സോ അവരുടെ ഗ്രാനുൾ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന വോംസിന്റെ സെൽ വാള് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ സെൽ വാളിൽ ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. നൗ ദേ ഓൾസോ സെക്രീറ്റ് സൈറ്റോകൈൻസ്. അപ്പോൾ ഇവരും സൈറ്റോകൈൻസ് റിലീസ് ചെയ്തിട്ട് ബി ആൻഡ് ടി സെൽ ആക്ടിവേഷന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ദി ഈസ്നോഫിൽ കണ്ടന്റ് എന്ന് പറയുന്നത് സൈറ്റോകൈൻസും കീമോകൈൻസും റൈബോന്യൂക്ലിയസ് എക്സെട്ര ആയിരിക്കും. സോ they have antiviral activity, induce formation of reactive oxygen species that helps in cell wall breakage. അതായത് പാരസൈറ്റിന്റെ എന്താ പറയുക സെൽ വാൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും ഒരു ഗ്രാനുൾസ്. ആൻഡ് ഓൾസോ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും. കീപ് ഇൻ മൈൻഡ് ഈസ്നോഫിലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ടു പ്രൊവൈഡ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് മൾട്ടിസെല്ലുലർ പാരസൈറ്റിക് വോംസ്. Okay, and also they can also involve in asthma and allergy symptoms. ആസ്മയിലും അലർജിയിലും ഒക്കെ നമുക്ക് ഈസ്നോഫിലിന്റെ അളവ് ബ്ലഡ് പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഹൈറ്റൻഡ് ആയിട്ടുള്ള പ്രസൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്രാനുലോസൈറ്റ്സ്. And the final lineage or the final progeny that is derived from the hematopoietic stem cell is a megakaryocyte or erythroid progenitor cell from which നമ്മുടെ RBC and platelets are derived. So what is RBC? RBC is also known as erythrocyte or red blood cells which carries hemoglobin that can carry oxygen. അപ്പോൾ RBCയിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവും, സർക്കുലേറ്റ് ത്രൂ ദ ബ്ലഡ് ആൻഡ് വെസൽസ് ആൻഡ് കാപ്പിലറീസ്, ക്യാരീസ് ഓക്സിജൻ ടു ടിഷ്യൂസ് ആൻഡ് ബാക്ക് ടു ദ ലങ്സ്. ഓക്കെ, ഇനി നമ്മുടെ മാമൽസിലുള്ള RBC അന്യൂക്ലിയേറ്റഡ് ആയിരിക്കും, അതായത് ന്യൂക്ലിയസ് ഉണ്ടാവില്ല, നോ ന്യൂക്ലിയസ്.
However, all other non-mammalian vertebrates, birds, reptiles, ബാക്കി എല്ലാ non-mammalian vertebrates ന്റെ RBC ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. സോ non-mammalian vertebrates എല്ലാം ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അതേസമയം മാമൽസിലുണ്ട് എർത്രോസൈറ്റ്സിന് RBC ന്യൂക്ലിയസ് ഉണ്ടാവില്ല. The other type of cell that is formed from the progenitor is megakaryocyte. Megakaryocyte എന്ന് പറയുന്നത് actually it's a factory that produce platelets. Platelets produce in the cells ആണ് megakaryocyte എന്ന് പറയുന്നത്. So these are large myeloid cells that reside in the bone marrow and produce millions of platelets. Okay, and platelets in the function എന്തായിരിക്കും? To form the blood clots. നമ്മുടെ എവിടെയെങ്കിലും ലീക്കേജ് ബ്ലഡ് വെസൽസ് ബ്രേക്ക് ഉണ്ടായ അവിടെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത്. RBC പോലെ പ്ലേറ്റ്ലെറ്റ്സിനും ന്യൂക്ലിയർ ഉണ്ടാവില്ല. സോ ദീസ് ആർ ദ hematopoietic stem cells. So to put in a nutshell, hematopoiesis that occurs in the bone marrow can give rise to two type of lineages. One is lymphoid lineage and the other one is myeloid lineage. Lymphoid lineage give rise to three type of cells: T lymphocyte and B lymphocyte, which involve in adaptive immune response, and natural killer cells which involve in innate immune response. The myeloid lineage can give rise to two type of progenies. One is erythroid megakaryocyte progenitor cell which can produce RBC and platelets. The other one is a granulocyte macrophage progeny which give rise to the macrophages, dendritic cells and the precursor monocytes. അതുപോലെ തന്നെ the other cell that can give rise to granulocyte which include eosinophil, basophil, neutrophil and mast cell, all which involve in innate immune response. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. നൗ ഈ പറയുന്ന സെൽസ് അല്ലാതെ there are certain tissues and organs which are also involved in the immune reactions. അപ്പോൾ ഇങ്ങനെയുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസിനെയാണ് നമ്മൾ ലിംഫോയിഡ് ഓർഗൻസ് അല്ലെങ്കിൽ ലിംഫോയിഡ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി based on their function, lymphoid organs or lymphoid tissues are basically classified into two: primary lymphoid organs or primary lymphoid tissues and secondary lymphoid tissues. Okay, primary lymphoid tissue എന്ന് പറയുന്നത് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് is a production and development and maturation of the immune cells. അപ്പോൾ ഞാനിപ്പോൾ ഹെമറ്റോപോയിസിസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഹെമറ്റോപോയിസിസിൽ എല്ലാ സെൽസിൻ്റെയും പ്രൊഡക്ഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റും മെച്യൂറേഷനും ഒക്കെ ചെയ്യുന്ന എവിടെയാണോ? ബോൺ മാരോയിലാണ്, എക്സെപ്റ്റ് ഫോർ T cells. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് ബോൺ മാരോ ആയിരിക്കും. നൗ ഫോർ T cell മെച്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് തൈമസ് ആയിരിക്കും. സോ ദ സെക്കൻഡ് primary lymphoid organ or primary lymphoid tissue will be thymus. So നമ്മുടെ ബോഡിയിലുള്ള ലിംഫോയിഡ് ടിഷ്യൂസിൽ പ്രൈമറി അല്ലെങ്കിൽ സെൻട്രൽ ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്ന രണ്ടെണ്ണമാണ്, ഒന്ന് ബോൺ മാരോ, രണ്ട് തൈമസ്. സോ ദീസ് ആർ ദ സൈറ്റ്സ് വേർ ലിംഫോസൈറ്റ്സ് ഡെവലപ്പ് ആൻഡ് മെച്യൂർ ടു their final maturation stages. അപ്പോൾ ദിസ് ഇസ് ദ ബോൺ മാരോ. ഇതൊരു ബോണിൻ്റെ മാരോ മാത്രമേ കാണിച്ചിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ദ തൈമസ്. Okay, these are the primary lymphoid organs. ബാക്കി ഇതിൽ കാണിക്കുന്ന മെയിൻ ഇതെല്ലാം secondary lymphoid organs ആണ്. Like Peyer's patches, spleen, then we have lymph node, tonsil, adenoid, appendix, lymphatics. ഇതെല്ലാം secondary lymphoid organs ആണ്. So ഞാൻ നേരത്തെ പറഞ്ഞു B and T lymphocytes അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് ബോൺ മാരോ ആയിരിക്കും. But B cells complete their maturation, development and everything in the bone marrow and enter directly into the circulation. പിന്നീട് അവിടുന്ന് നേരെ സർക്കുലേഷൻ നമ്മുടെ ബ്ലഡ് സെൽസിലേക്ക് ഡയറക്ട്ലി റിലീസ് ചെയ്യുക. അതേസമയം T cells ആണെങ്കിൽ ഇമ്മ്യൂച്ചർ സ്റ്റേജിൽ ബോൺ മാരോന്ന് വിട്ട് നേരെ തൈമസിലേക്ക് പോകും. ഇമ്മ്യൂച്ചർ T cells മെച്യൂർ ആവുന്നതിന് മുന്നേ ഇമ്മ്യൂണറി T cells will leave bone marrow and migrate into thymus. തൈമസിൻ്റെ ഉള്ളിൽ വെച്ചാണ് ബാക്കിയുള്ള എന്താ പറയുക മെച്ചുറേഷൻ പ്രോസസ്സും ഡിഫറൻഷിയേഷൻ പ്രോസസ്സും ഒക്കെ നടക്കുന്നത്. സോ ബോൺ മാരോ ആൻഡ് തൈമസ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. നൗ സെക്കൻഡറി ഓർ പെരിഫറൽ ലിംഫോയിഡ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് ലിംഫോയിഡ് ടിഷ്യൂസ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു തൈമസിലും ബോൺ മാരോയിലും B cells T cells മെച്യൂർ ആവുന്നുണ്ട്. മെച്യൂർ ആയി കഴിഞ്ഞാൽ ഇവരെ നേരെ സെൽസ് നേരെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുമെന്ന് പറയുമല്ലോ.
ഈ ബി സെൽസും ടി സെൽസും എപ്പോഴും ബ്ലഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അതായത് ദിൽ റൊട്ടേറ്റ്, റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് അവർ ഒരു ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ എൻ്റർ ഇൻ ടു സ്പെസിഫിക് ടിഷ്യൂസ് ആൻഡ് റിസൈഡ് ദർ. ചില ടിഷ്യൂസിൽ കയറിയിട്ട്, ചില സ്പെസിഫിക് ടിഷ്യൂസിൽ കയറിയിട്ട് അവിടെ മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ആൻഡ് വിൽ വെയിറ്റ് ഫോർ ദോസ് സെൽസ് ഫ്രം ദി ഇനേറ്റ് ഇമ്മ്യൂണിറ്റി. അതായത് ആന്റിജനെയും കൊണ്ട് വരുന്ന സെൽസ് ഉണ്ടല്ലോ, നമ്മൾ ആന്റിജൻ പ്രസന്റിങ് സെൽസ് എന്ന് പറയുന്ന സെൽസ്, അവർ വരാൻ വേണ്ടിയിട്ട് എന്നെ വന്ന് വിളിച്ചാലേ വരൂ എന്നുള്ള മട്ടിൽ ദിൽ വെയിറ്റ് ഫോർ ദോസ് ആന്റിജൻ പ്രസന്റിങ് സെൽസ് ടു കം ഇൻ കോൾ ദം ഫോർ ഫർദർ ആക്ടിവേഷൻ. അപ്പൊ ഇങ്ങനെ എല്ലാ സെൽസിലും ഇല്ല, ചില പ്രത്യേക ടിഷ്യൂസിൽ മാത്രം അവർ reside shape. So those places or those tissues where mature B and T lymphocytes reside for further activation are known as secondary lymphoid organs. ഈ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ടാണ് ബി സെൽസിൻ്റെയും ടി സെൽസിൻ്റെയും ഒരു ആൻറ്റിജൻ ഈ APs വന്ന് ആൻറ്റിജൻ സ്റ്റിമുലേഷൻ ഉണ്ടാവുകയും പിന്നെ അവർ എഫക്റ്റീവ് സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. Okay, so these are the sites where mature lymphocyte becomes stimulated to respond to invading pathogen and gets differentiated into the effector cells. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിംഫോയിഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് ലിംഫ് നോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയാ ഡെൻഡ്രൈറ്റിക് സെൽസ് പറയുന്ന സമയത്ത് ഡെൻഡ്രൈറ്റിക് സെൽസ് പാത്തോജൻ എടുത്ത് നേരെ ലിംഫ് നോഡിലേക്ക് പോകുമെന്ന് പറയുന്നത്. കാര്യം എന്താ, ബി സെൽസും ടി സെൽസും ലിംഫ് നോഡിലാണ് ഉള്ളത്. വൺസ് ദി അവർ ഈ ബ്ലഡ് സർക്കുലേഷൻ വഴി സൈറ്റ് ഓഫ് ഇൻഫെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാക്രോഫേജസിന് ഇവർക്ക് ഡയറക്റ്റ് ആൻറ്റിജൻ പ്രസന്റ് ചെയ്യാൻ പറ്റും. അതർവൈസ് ഇത് എത്തി എന്നുള്ള ഇൻഫർമേഷൻ ഫസ്റ്റ് കൊടുക്കുന്നത് ഡെൻഡ്രൈറ്റിക് സെല്ലാണ്. സോ ഡെൻഡ്രൈറ്റിക് സെൽസ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ ലിംഫ് നോഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് സ്പ്ലീൻ, അഡിനോയിഡ്സ്, സ്റ്റോൺ സെൽസ് ആൻഡ് പേയേഴ്സ് പാച്ചസ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഓൾസോ എപ്പിത്തീലിയൽ സെൽസിലുള്ള കുറച്ച് ലിംഫോയിഡ് ലേയേഴ്സ് ഉണ്ട്, നോൺ ആസ് salt, skin associated lymphoid tissue, molt, bolt and gout. ഇതെല്ലാം ലിംഫോയിഡ് ടിഷ്യൂസ് ആണ്. സിലബസിൽ നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് അങ്ങനെ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ഞാൻ ജസ്റ്റ് ഒരു ലിംഫോയിഡ് ഓർഗൻ, നമ്മുടെ ലിംഫ് നോഡിനെ മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സോ ദിസ് ഇസ് എ സ്ട്രക്ചർ ഓഫ് ലിംഫോയിഡ്. ലിംഫോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിഡ്നി പോലൊരു കിഡ്നി ഷേപ്ഡ് സ്ട്രക്ചറാണ്. സോ നേരത്തെ പറഞ്ഞു ലിംഫോയിഡ് നമ്മുടെ ലിംഫാറ്റിക് വെസൽസ്, ഒരുപാട് ലിംഫാറ്റിക് വെസൽസ് വന്ന് ജോയിൻ ചെയ്തൊരു ഏരിയ ആണ് ഈ ലിംഫ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിംഫ് നോഡിലേക്ക് വരുന്ന അതായത് ഫ്ലൂയിഡ് കൊണ്ടുവരുന്ന എന്താ വെസലാണ് നമ്മൾ അഫറന്റ് ലിംഫാറ്റിക് വെസൽ എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു ഫ്ലൂയിഡ് കൊണ്ടുവന്ന് ഫ്ലൂയിഡ് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്ത് എന്നിട്ട് ഈ ലിംഫ് നോഡിൽ നിന്ന് പുറത്തേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന പാത്വയാണ് എഫറന്റ് ലിംഫാറ്റിക് വെസൽ എന്ന് പറയുന്നത്. ഓക്കെ, നോ ഈ ഞാൻ പറഞ്ഞു ലിംഫോയിഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ബി സെൽസും ടി സെൽസും ഉണ്ടാവുമല്ലോ. അപ്പോൾ ബി സെൽസ് ഏറ്റവും കൂടുതൽ കാണുന്ന ഏരിയ ആണ് ഞാൻ ഈ പറഞ്ഞ ഞാൻ ഡിസ്കസ് ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു ലിംഫ് നോഡിൽ ഒരു ഏരിയ ഉണ്ട് നോൺ ആസ് ലിംഫ് ഫോളിക്കിൾസ് എന്ന്. ഈ ലിംഫ് ഫോളിക്കിൾസ് ആണ് ഈ കാണുന്ന യെല്ലോ പോർഷൻസ് ബോർഡറിൽ. ഈ ലിംഫ് ഫോളിക്കിൾസ് ആയിരിക്കും ബി സെൽസ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡെൻഡ്രൈറ്റിക് സെൽസും ഉണ്ടാവും, അതുപോലെ ബി സെൽസും ഒരുപാട് കാണും. ഇനി ലിംഫ് നോഡിൽ അപ്പോൾ ബി സെൽസ് കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ലിംഫ് ഫോളിക്കിൾസ് ആണ്, അല്ലെങ്കിൽ ലിംഫോയിഡ് ഫോളിക്കിൾസ് ആയിരിക്കും. ഇനി അത് കഴിഞ്ഞ് ഈ ഒരു ബ്ലൂ ഏരിയ ഉണ്ടോ, ഇതിനെയാണ് ടി സെൽ ഏരിയ എന്ന് പറയുക. അതായത് അവിടെ ആയിരിക്കും എന്താ പറയുക ടി സെൽസ് കൂടുതലായിട്ടും കാണും. സോ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലും ഒരു പോർഷനിൽ ബി സെൽസും ഒരു പോർഷനിൽ ടി സെൽസും വന്നിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കും. ഇവർ മാത്രമല്ല നമ്മുടെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള, അപ്പം ഞാൻ പറഞ്ഞ മാക്രോഫേജസും ഡെൻഡ്രൈറ്റിക് സെൽസും ഒക്കെ എല്ലാ ടിഷ്യൂസിലും ഉണ്ടെന്ന് പറഞ്ഞില്ല, അതുപോലെ അവർ ഈ ടിഷ്യൂസിലും ഉണ്ട്. പക്ഷേ ബി സെൽസും ടി സെൽസും ഒക്കെ ഇതുപോലെയുള്ള ലിംഫോയിഡ് ഓർഗൻസ് മാത്രമേ ഉള്ളൂ. മാക്രോഫേജസും ഡെൻഡ്രൈറ്റിക് സെൽസ് ബാക്കി എല്ലാ ടിഷ്യൂസിലും പ്രസന്റ് ഉണ്ടാവും. ഈ ഒരു ഇതിൽ ബി സെൽസും ടി സെൽസും ഉണ്ടാവും, പ്ലസ് അതർ ലിംഫോസൈറ്റ്സ് നമ്മുടെ മാക്രോഫേജസും ഡെൻഡ്രൈറ്റിക് സെൽസും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇനി നമ്മൾ എന്താണ് ഇൻഫെക്ഷൻ്റെ സമയത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സപ്പോസ് ദിസ് ഇസ് ഇൻഫെക്ഷൻ സൈറ്റിൽ ആദ്യം അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യം എത്തുന്ന ആളുകൾ എന്ന് പറയുന്ന ആ ടിഷ്യൂവിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണ്. സോ ടിഷ്യൂ റെസിഡന്റ് ഫാഗോസൈറ്റിക് സെൽസ് വിൽ ബി ദ ഫസ്റ്റ് റെസ്പോണ്ട്. അങ്ങനെ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ കാണുന്ന രണ്ട് ടിഷ്യൂ റെസിഡന്റ് ഫാഗോസൈറ്റിക് സെൽസ് ഉണ്ട്, മാക്രോഫേജസും ഡെൻഡ്രൈറ്റിക് സെൽസും. ഓക്കെ, സോ വെൻ എ പാത്തോജൻ ഓർ ബാക്ടീരിയ എൻറ്റേഴ്സ്, മാക്രോഫേജ് അതിനെ എൻഗൾഫ് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു. അത് അതിൻ്റെ പ്രോട്ടീൻസിന് ഡൈജസ്റ്റ് ചെയ്ത് പ്രോട്ടീൻസിന് ഒന്ന് MHC വഴി സർഫസിലേക്ക് വിടുന്നു. അതുപോലെ തന്നെ ചില പ്രോട്ടീൻസിനെ ഇവർ
സൈറ്റോപ്ലാസമിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈക്രോഫേജസ് പോലെ തന്നെ അവിടെ പ്രസന്റ് ആയിട്ടുള്ള അടുത്ത ഫാഗോസൈറ്റിക് സെൽസ് ആണ് ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റിക് സെൽസും ഈ മാക്രോഫേജസ് പോലെ തന്നെ നമ്മുടെ ബാക്ടീരിയയിലെ പാത്തജനെ ഇൻഗൾഫ് ചെയ്യുന്നു. അതിനെ എന്താ പറയുക, ഡൈജസ്റ്റ് ചെയ്ത് കുഞ്ഞി പെപ്റ്റൈഡ്സ് ആക്കുന്നു. സോ ഈ ഡെൻഡ്രൈറ്റിക് സെൽസ് മാക്രോഫേജസ് റിലീസ് ചെയ്ത ബാക്കിയുള്ള പ്രോട്ടീൻസ് ഇല്ലേ, പാത്തജൻ സ്പെസിഫിക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ്സ്, ഇതിനെയും കൂടെ എടുത്തിട്ട് എന്ന് വെച്ചാൽ മെച്യൂർ ഫോം, അതായത് മെച്യൂർ ആയിട്ടുള്ള ഫോം നേരെ ബ്ലഡ് വെസൽസിന് സ്ക്യൂസ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ലിംഫ് വെസൽസിലേക്ക് കയറുന്നു. നോട്ട് ഇൻ ടു എന്താ പറയുക, ബ്ലഡ് വെസൽസിലേക്കല്ല പോവുക, അതായത് ടിഷ്യൂസ് നേരെ ബ്ലഡ് വെസൽസിലേക്ക് എത്തും. ബ്ലഡ് വെസൽസിന് അത് നേരെ സ്ക്യൂസ് ഔട്ട് ചെയ്ത് അവിടെ ലിംഫ് വെസൽസിലേക്ക് എത്തുന്നു. ഓക്കെ, ഡെൻഡ്രൈറ്റിക് സെൽസ് വിൽ മൂവ് ഇൻ ടു ദ ലിംഫ് വെസൽസ്. ഈ ലിംഫ് വെസൽസിന് ഈ ഡെൻഡ്രൈറ്റിക് സെൽസ് ബാക്ടീരിയയുടെ പീസസ്, അതുപോലെ ബാക്ടീരിയയുടെ ലോങ് പ്രോട്ടീൻസ് പ്ലസ് ബാക്ടീരിയയുടെ ഷോർട്ട് പാത്തജൻ സ്പെസിഫിക് ആയിട്ടുള്ള പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ്സും കൊണ്ട് നേരെ വന്നിട്ട് നമ്മുടെ എവിടെ അഫറൻറ്റ് വെസൽ വഴി നേരെ ലിംഫ് നോഡിലേക്ക് പോവാണ്. അപ്പോൾ ലിംഫ് നോഡിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഡെൻഡ്രൈറ്റിക് സെൽസ് ഒക്കെ ആന്റിജൻ പ്രസന്റേഷൻ ആദ്യം ചെയ്യുന്നത് ബി സെല്ലിലേക്കല്ല ടി സെല്ലിലേക്കാണ്. അതായത് ഡെൻഡ്രൈറ്റിക് സെൽസിനും മാക്രോഫേജസിനും അതുപോലെയുള്ള ബാക്കിയുള്ള ആന്റിജൻ പ്രസന്റിങ് സെൽസ് ഉണ്ടാവില്ലേ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുള്ള ആന്റിജൻ പ്രസന്റിങ് സെൽസ് എല്ലാം ഈ ആന്റിജൻ കൊണ്ട് പ്രസന്റ് ചെയ്യുന്നത് ടി സെൽസിലേക്കാണ്. അതും ഹെൽപ്പർ ടി സെൽസിലേക്കാണ് കൂടുതലും കൊടുക്കുക. സോ ഈ ഒരു ഡെൻഡ്രൈറ്റിക് സെൽസ് ഇതിനെയും കൊണ്ട് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ആദ്യം എത്തുന്നത് ടി സെല്ലിലേക്കായിരിക്കും. So the T cells will get activated. T cells activated ആവുന്നു, stimulated ആവുന്നു. It will produce helper T cells and cytotoxic T cells which are released into the blood and taken into the site of infection. അവിടെ നിന്ന് നേരെ സൈറ്റ് ഓഫ് ഇൻഫെക്ഷനിലേക്ക് പോകുന്നു. ഏതാ സൈറ്റോടോക്സിക് T cells ഉണ്ട്, ഹെൽപ്പർ T cells ഉണ്ട്. കുറച്ച് ഹെൽപ്പർ T cells ഇതിൽ തന്നെ റിമെയിൻ ചെയ്യും. നോ, ഈ ഹെൽപ്പർ T cells എന്ന് വെച്ചാൽ പിന്നെ വീണ്ടും വന്നിട്ട് ഈ നമ്മുടെ ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ പ്ലാസ്മ സെൽസ് വിൽ മൂവ് ടു ദി സൈനസ്. ഈ ഒരു ഏരിയ ഉണ്ടാവില്ല, പ്ലാസ്മ സെൽസ് എല്ലാം കൂടെ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് അവർ ബ്ലഡിലേക്ക് റിലീസ് ആവുന്നില്ല, പകരം റിസൈഡ് ഇൻ ദി സൈനസ്, മെഡ്യുലറി സൈനസ് ഓപ്പൺ ഏരിയയിൽ വന്നിട്ട് ദേ റിലീസ് ആന്റിബോഡീസ് ഇൻ ടു ദി എഫറൻ ലിംഫാറ്റിക് വെസൽ. സോ അവർ അവിടുന്ന് നേരെ എഫറൻ ലിംഫാറ്റിക് വെസൽസിൽ അവരുടെ എന്താ പറയുക ആന്റിബോഡീസ് റിലീസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഈ ഒരു പ്ലാസ്മ സെൽസ് അല്ലാതെ മെമ്മറി സെൽസും കൂടെ, അതായത് ഡിഫറൻഷിയേഷൻ നടക്കുന്നുണ്ടല്ലോ. സോ ദി ബി സെൽസ് വിൽ കൺവേർട്ട് ഇൻ ടു പ്ലാസ്മ സെൽസ് ആസ് വെൽ ആസ് മെമ്മറി സെൽസ്. മെമ്മറി സെൽസ് കുറച്ച് നേരെ പോയിട്ട് എന്താ പറയുക ബോൺ മാരോയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും എന്താ പറയുക ബാക്കിയുള്ള വീണ്ടും എന്താ പറയുക പ്ലാസ്മ സെൽസിനെ എന്താ പറയുക ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, so this is what happens in case of inflammation or infection. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇസ് കറസ്പോണ്ടിങ് വിത്ത് ദി അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ തനിയല്ല ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ഒരു പാത്തജനെ എൻകൗണ്ടർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെ ഒരു ഡിപ്പിക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. സോ വെൻ ആൻ ഇൻഫെക്ഷൻ ടേക്സ് പ്ലേസ് ദ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റം first reacts via the means of macrophages or tissue resident phagocytic cells. They'll release chemicals and other reagents which further alleviate the immune response. അപ്പോൾ ഇവിടേക്ക് സൈറ്റോകൈൻസ് വഴി ബാക്കിയുള്ള മോണോസൈറ്റ്സിനെ റിക്രൂട്ട് ചെയ്യും, ബാക്കിയുള്ള ല്യൂക്കോസൈറ്റ്സിനെ റിക്രൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡെൻഡ്രൈറ്റിക് സെൽസ് ആദ്യം തന്നെ ഈ പാത്തോജൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയും കൊണ്ട് നേരെ തൊട്ടടുത്തുള്ള ലിംഫ് നോഡ്, ഏറ്റവും അടുത്തുള്ള ലിംഫ് നോഡ് ഏതാണോ അവിടേക്ക് പാത്തോജൻസിനെ കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് ആദ്യം ടി സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യും. ദ ടി സെൽ ദെൻ ഫെർദർ വിൽ ആക്ടിവേറ്റ് ദ ബി സെൽ. അപ്പോൾ ബി സെൽസ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ആന്റിബോഡീസ് വിൽ ബി റിലീസ്ഡ് ടു ദ ബ്ലഡ് ത്രൂ വിച്ച് ദേ വിൽ ബി ക്യാരിഡ് ടു ദി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ ടി സെൽസ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ സൈറ്റോടോക്സിക് ടി സെൽസും ഹൈപ്പർ ടി സെൽസും റിലീസ് ആവുന്നുണ്ട്. ബോത്ത് വിൽ ബി ക്യാരിഡ് ബൈ ദി ബ്ലഡ് വെസൽസ് ടു ദി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. സൈറ്റോടോക്സിക് ടി സെൽസ് പിന്നെ അവിടെ വന്ന് ടാർഗറ്റഡ് ആയിട്ട് ആന്റിജൻ ടാർഗറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കും. സോ ദിസ് kind of process is taking place in almost all the lymphoid organs. അപ്പോൾ ബാക്കിയുള്ള സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സ്പ്ലീൻ,
അതുപോലെ ടോൺസിൽസ് തുടങ്ങി ബാക്കി എല്ലാ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലും ഇത് തന്നെയാണ് അവസ്ഥ. ദിൽ ഹാവ് എ പെർട്ടിക്കുലർ പ്ലേസ് ബി സെൽസ് വിൽ ബി കോൺസെൻട്രേറ്റഡ് ആൻഡ് അനദർ പ്ലേസ് ടി സെൽസ് വിൽ ബി കോൺസെൻട്രേറ്റഡ്. അപ്പൊ അവര് മെച്യൂർ ടി സെൽസും ബി സെൽസും ബാക്കി ഉള്ള ടിഷ്യൂ സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോഫീജസും ഡെൻഡ്രൈറ്റിക് സെൽസും ഒക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. വെൻ ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ആദ്യം ഡെൻഡ്രൈറ്റിക് സെൽസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിലെ ആന്റിജൻ പ്രസന്റിംഗ് സെൽസോ വന്ന് ടി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. ടി സെൽസ് വന്നിട്ട് ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. ടുഗദർ ദ ആന്റിബോഡീസ് ആൻഡ് സൈറ്റോടോക്സിക് ടി സെൽസ് വിൽ ബി റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് ഫ്രം വേർ ദേ വിൽ ബി ക്യാരി ടു ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആണ് ഓൾമോസ്റ്റ് ഓൾ ലിംഫോയിഡ് ടിഷ്യൂസിൽ നടക്കുന്നത്. സോ ബാക്കിയുള്ള ലിംഫോയിഡ് ടിഷ്യൂ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. You can just look through it. Syllabus illattonde, but this is a basic process that takes place in an infection. Now there are certain growth factors which can affect the hematopoietic divisions in the ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ. അതായത് നമ്മുടെ ഹെമറ്റോപോയിസിന്റെ ഇടയിൽ ആ ഒരു സെൽ ലീനേജ് ഡിവിഷൻ ഉണ്ടല്ലോ, ഈ സെൽ ലീനേജ് ഡിവിഷനെ നമുക്ക് എന്താ പറയുക റെഗുലേറ്റ് ചെയ്യാം. വി ക്യാൻ എന്താ പറയുക വി ക്യാൻ alter the ലീനേജ് പ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് സർട്ടൻ ഫാക്ടേഴ്സ്. അതായത് ഇപ്പോൾ ഈ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലിന് 2 ലീനേജ് ഫോം ചെയ്യുന്നുണ്ട്. മൈലോയിഡ് ലീനേജും ലിംഫോയിഡ് ലീനേജും ഫോം ചെയ്യുന്നുണ്ട്. ലിംഫോയിഡിൽ നിന്ന് നേരെ ബി ടി എൻ കെ സെൽസും മൈലോയിഡിന് ആർ ബി സിയും ബാക്കിയുള്ള ല്യൂക്കോസൈറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു പ്രത്യേക റേറ്റ് ഉണ്ടാവുമല്ലോ. നൗ ദർ വിൽ ബി സർട്ടൻ ഫാക്ടേഴ്സ്, സർട്ടൻ മോളിക്യൂൾസ് which നമ്മളത് intravenously insert ചെയ്യുകയാണെങ്കിൽ they can alter the rate of any of one of these lineages. അതായത് ഇപ്പോൾ പെർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ ഹെമറ്റോപോയിറ്റിക് സ്റ്റെംസിൽ നിന്ന് ഡയറക്റ്റ് ഉണ്ടാകുന്ന ലീനേജ് ലിംഫോയിഡ് മൈലോയിഡ് ലീനേജ് ഉണ്ടല്ലോ. സർട്ടൻ ഫാക്ടേഴ്സ് നമ്മൾ ഈ പറയുന്ന ബ്ലഡിൽ കൊടുക്കുകയാണെങ്കിൽ they can affect this kind of division. അപ്പോൾ അവർക്ക് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസിലെ ഡയറക്റ്റ് എഫക്ട് ചെയ്തിട്ട് മൈലോയിഡ് ലീനേജ് ഉണ്ടാക്കാതെ ലിംഫോയിഡ് ലീനേജ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു പെർട്ടിക്കുലർ ലീനേജ് മാത്രം എന്താ പറയുക ആ ഒരു ലീനേജിന്റെ ഒരു റേറ്റ്, ആ ഒരു ഡിവിഷൻ റേറ്റ് ഒക്കെ കൂട്ടാൻ പറ്റും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലിന്റെ ഡെവലപ്മെന്റിന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഡിവിഷന്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രൊലിഫറേഷന്റെ സ്റ്റെപ്പ്, അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ മാത്രം ആ ഒരു ഡിവിഷന്റെ റേറ്റ് മാത്രം കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനോ പറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സും മോളിക്യൂൾസും ഉണ്ട്. അവരെയാണ് നമ്മൾ ഹെമറ്റോപോയിറ്റിക് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ദേ ആർ ആക്ച്വലി ഗ്ലൈക്കോപ്രോട്ടീൻസ്, അതായത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. ദേ ക്യാൻ റെഗുലേറ്റ് ദി either one or more steps of this hematopoietic cell division. ആ സെൽ ഡിവിഷന്റെ ആ ഒരു ലീനേജ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 1-2 സ്റ്റെപ്സിന് റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിർത്താനോ ഒക്കെ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിവുള്ള മോളിക്യൂൾസ് ആണ് നമ്മൾ ഹെമറ്റോപോയിറ്റിക് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ക്യാൻ അഫക്ട് ദ പ്രൊലിഫറേഷൻ, ഡിഫറൻഷിയേഷൻ ആൻഡ് ഫങ്ഷണൽ ആക്ടിവേഷൻ ഓഫ് ഹെമറ്റോപോയിറ്റിക് പ്രോജനിറ്റർ സെൽസ് ഇൻടു മെച്യൂർ ബ്ലഡ് സെൽസ്. ഓക്കെ, ഇനി അവരിൽ എറിത്രോപോയിറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. എറിത്രോപോയിറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ പേര് കേട്ടാൽ തന്നെ അറിയാം, ദേ ആർ ദി ഫാക്ടേഴ്സ് ദേ ക്യാൻ അഫക്ട് ദി എറിത്രോപോയിഡ് ലീനേജ്. അതായത് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലിന് നേരെ മൈലോയിഡ് ലീനേജ് നേരെ എറിത്രോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു ലീനേജ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ ആർ ബി സി പ്രൊഡക്ഷൻ ആ ഒരു ലീനേജിനെ സെലക്റ്റീവ്ലി റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ. Now colony stimulating factor എന്ന് വെച്ചാൽ ഏതെങ്കിലും പെർട്ടിക്കുലർ കോളനി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ന്യൂട്രോഫിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീനേജിനെ ആ ഒരു ലീനേജിനെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ബി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീനേജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സെൽ അല്ലെങ്കിൽ ഒരു കോളനി മാത്രം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവും. Now there are certain interleukins, stem cell factor, thrombopoietin and growth factors. ഇവരെല്ലാവരും ഈ പറയുന്ന പോലെ ഏതെങ്കിലും പെർട്ടിക്കുലർ ലീനേജിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യാനോ അപ്പ് റെഗുലേറ്റ് ചെയ്യാനോ സാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ദേ ക്യാൻ ഇന്ററാക്ട് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് ദ ഹെമറ്റോപോയിറ്റിക് ഡിഫറൻഷിയേഷൻ കാസ്കേഡ്. ഞാൻ പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പാത്വേ ഉണ്ടാവില്ല, അതിൽ ഏത് സ്റ്റെപ്പ് വേണേലും ഇവർക്ക് എഫക്ട് ചെയ്യാൻ പറ്റും. അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഗ്രാനുലോസൈറ്റ് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ. ഗ്രാനുലോസൈറ്റ്സ് നമ്മുടെ ബോഡിയിൽ ഏതൊക്കെയുണ്ട്? 4 ഉണ്ട്. ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില, മാസ്റ്റ് സെൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
അല്ലെങ്കിൽ അബണ്ടന്റ് ആയിട്ടുള്ള ന്യൂട്രോഫിൽ ആണ്. അപ്പോൾ ഗ്രാനുലോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ GCSF എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ന്യൂട്രോഫിൽസ് by stimulating granulocyte colonies and അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഓഫ് progenitor cell toward neutrophil lineage and stimulation of neutrophil maturation. അപ്പോൾ ഈ ഗ്രാനുലോസൈറ്റ് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് കെമിക്കൽസ് ഉണ്ട്. അത് മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ ഗ്രാനുലോസൈറ്റിൽ നിന്ന് ബാക്കിയുള്ള ലൂക്കോസൈറ്റിനെ അപേക്ഷിച്ച് ന്യൂട്രോഫിൽസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ന്യൂട്രോഫിൽസിന്റെ മെച്ചുറേഷൻ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാൻ പറ്റും. അതല്ലെങ്കിൽ ദേ ക്യാൻ ടോട്ടൽ ഗ്രാനുലോസൈറ്റ്, അതായത് കംപ്ലീറ്റ് ഗ്രാനുലോസൈറ്റിന്റെ ഒരു പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. അപ്പൊ എങ്ങനെയായാലും അവർ ന്യൂട്രോഫിൽസിന്റെ എമൗണ്ട് കൂട്ടുന്ന ഒരു കെമിക്കൽ ഏജന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്രൊജനീനെ എഫക്ട് ചെയ്യുന്ന ഒരു കെമിക്കൽ ഏജന്റ് ആയിരിക്കും. ഇവർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ കീമോതെറാപ്പി ഇൻക്ലൂസ് ന്യൂട്രോപ്പീനിയ, അതായത് നമ്മുടെ ക്യാൻസർ പേഷ്യന്റിൽ കീമോതെറാപ്പി നടക്കുന്ന സമയത്ത് വാട്ട്സ് ഇമ്പോർട്ടൻസ് ഓഫ് കീമോതെറാപ്പി. കീമോതെറാപ്പിയിൽ കൊടുക്കുന്ന റിയേജൻസ് കൂടുതലും ലക്ഷ്യം വെക്കുന്നത് അവർ ട്യൂമർ സെൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്. കീമോതെറാപ്പിയിൽ നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് എല്ലാം നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന സെൽസ് ഏതാണോ ആ സെൽസിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും. ട്യൂമർ സെൽസിനെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്യാൻ അവർക്ക് അറിയില്ല. ട്യൂമർ സെൽസ് ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന സെൽസ് ആണ്. അപ്പോൾ ട്യൂമർ സെൽസ് പോലെ നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന ഏതൊരു സെൽ ഉണ്ടെങ്കിലും ഈ പറയുന്ന കീമോതെറാപ്പിക് ഏജൻസ്, നമ്മുടെ കീമോതെറാപ്പിക് ഡ്രഗ്സ് ആ സെൽസിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഫസ്റ്റ് തന്നെ മുടി കൊഴിയുന്നത്. കാരണം ആ ഒരു ഹെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോളിക്കിൾസ് ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നന്റ് ലേഡീസിന് കീമോതെറാപ്പി ആയിട്ടാണെങ്കിൽ കുഞ്ഞിന് അപകടം പറ്റും, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾസോ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് എടുക്കുന്നത് നമ്മുടെ ബോൺ മാരോയിലാണ്. സോ കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് പ്രൊഫൈൽ എപ്പോഴും ഒരു വെരിഫൈ ചെയ്യും, സോ ദാറ്റ് ദർ ഇസ് adequate amount of blood cells, especially പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സും അതുപോലെ തന്നെ ന്യൂട്രോഫിൽസും ഈ പറയുന്ന കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിൽ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ന്യൂട്രോഫിൽസിന്റെ അളവ് അങ്ങനെ കുറയുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ന്യൂട്രോപീനിയ എന്ന് പറയുന്നത്. അപ്പൊ കീമോതെറാപ്പി ഇൻഡ്യൂസ് ന്യൂട്രോപീനിയയുടെ സമയത്ത് ന്യൂട്രോഫിൽ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് അവിടെ ഒരു ഡിവിഷൻ ഭയങ്കരമായിട്ട് കുറയും. സോ അവിടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്നിന്റെ രൂപത്തിൽ ദിൽ ഗിവ് GCSF വിച്ച് ക്യാൻ ഇൻഡ്യൂസ് ന്യൂട്രോഫിൽ പ്രൊഡക്ഷൻ. അപ്പോൾ ആ ഒരു ന്യൂട്രോഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെമറ്റോപോയ്സിന്റെ ആ ഒരു ലീനേജ് മാത്രം ഇവർ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. കൂടുതലായിട്ട് ഗ്രാനുലോസൈറ്റ്സും അല്ലെങ്കിൽ ന്യൂട്രോഫിൽസും മാത്രമായിട്ട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് കൊടുക്കും. അതുപോലെ തന്നെ സ്റ്റെം സെൽ സ്റ്റിമുലേഷൻ ഫാക്ടർ കളക്ഷൻ ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. അതുപോലെ നമുക്ക് ഏതെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് കൂടുതലായിട്ട് ന്യൂട്രോഫിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് സമയത്ത്, ദെൻ ന്യൂട്രോപീനിയ വരുന്ന സമയത്ത്, അതായത് ബാക്കി ഏതെങ്കിലും ഒക്കെ കെമിക്കൽ ഡിസീസ് കണ്ടീഷനിൽ ന്യൂട്രോഫിൽസിന്റെ അളവ് കുറവാകുന്ന സിറ്റുവേഷനിൽ നമ്മൾ ന്യൂട്രോപീനിയ എന്ന് പറയുന്നത്. അതിൽ കൺജനിറ്റൽ ന്യൂട്രോപീനിയ ഉണ്ട്, അതായത് ജനിക്കുമ്പോൾ തന്നെ ന്യൂട്രോഫിൽസിന്റെ അളവ് ലോ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ കൺജനിറ്റൽ ന്യൂട്രോപീനിയ എന്ന് പറയുന്നത്. അതുപോലെ ഇഡിയോപ്പറ്റിക് ന്യൂട്രോപീനിയ, സൈക്ലിക് ന്യൂട്രോപീനിയ, ഡിഫറെന്റ് പല ഡിസീസ്ഡ് കണ്ടീഷൻസ് ആണ്, ഓൾ വിച്ച് ആർ കാറ്റഗറൈസ്ഡ് ബൈ ലോ ലെവൽസ് ഓഫ് ന്യൂട്രോഫിൽസ്. ഇപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇന്റർവെനസ്ലി ഇൻജെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് GCSF എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാനുലോസൈറ്റ് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ. അതുപോലെ തന്നെ വേറൊന്നാണ് ഗ്രാനുലോസൈറ്റ് മാക്രോഫേജ് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ലീനേജ് ഉണ്ട്, അതായത് ഗ്രാനുലോസൈറ്റ് മാക്രോഫേജ് ലീനേജ് ഉണ്ടല്ലോ, കംപ്ലീറ്റ് ആ ലീനേജിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രോഫിൽസ് മാത്രമല്ല, ന്യൂട്രോഫിൽസ് അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഗ്രാനുലോസൈറ്റ്സ്, അതായത് ഈസ്നോഫിൽ, ബേസോഫിൽ, മാസ്റ്റ് സെൽസ്, അതുപോലെ തന്നെ മറ്റേ ലീനേജ് നമ്മുടെ മാക്രോഫിൽസിന്റെ ലീനേജ്, അതായത് മോണോസൈറ്റ് പ്രൊഡക്ഷനും കൂട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടിഷ്യൂസിനുള്ള മാക്രോഫേജസിന്റെ അളവും ഡെൻഡ്രൈറ്റിക് സെൽസിന്റെ അളവും കൂടും. സോ കംപ്ലീറ്റ് ഗ്രാനുലോസൈറ്റും മാക്രോഫേജസിന്റെയും അളവ് കൂട്ടും. സോ ഈസ്നോഫിലും മാക്രോഫേജസും ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സിന്റെ ഒക്കെ നമ്പർ, അതിന്റെ ഫംഗ്ഷനൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന
ഒരു ഫാക്ടറാണ് GM-CSF എന്ന് പറയുന്നത്. ഇവരും നമ്മുടെ ന്യൂട്രോപ്പീനിയയുടെ സമയത്തും അതുപോലെ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്തും ഒക്കെയാണ് നമ്മൾ ഇൻജെക്ട് ചെയ്യുക. സോ ഈ ഹെമറ്റോപോയിറ്റിക് ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാം ഒരുവിധം യൂസ് ചെയ്യുന്നത് കീമോതെറാപ്പിയിലും ന്യൂട്രോപ്പീനിയയിലും ട്രാൻസ്പ്ലാന്റേഷൻ സമയത്തുമാണ്. ഓക്കെ, എറിത്രോപോയറ്റിൻ again ഞാൻ പറഞ്ഞ പോലെ എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എറിത്രോ, വിച്ച് മീൻസ് ദാറ്റ് വിച്ച് സ്റ്റിമുലേറ്റ് ദി RBC പ്രൊഡക്ഷൻ. RBC പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീനേജ് ഉണ്ടാവുമല്ലോ, ആ ഒരു ലീനേജിന്റെ പ്രൊഡക്ഷൻസ് അപ്രഗുലേറ്റ് ചെയ്ത് RBCയുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നു. ഈ RBC പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നത് റീനൽ ഫെയിലറിന്റെ സമയത്ത്, നമ്മുടെ കിഡ്നി ഫെയിലിയർ സമയത്ത്, അതുപോലെ തന്നെ കീമോതെറാപ്പിയും എയ്ഡ്സും പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് തുടങ്ങിയ ഏതൊക്കെ ഡിസീസ്ഡ് കണ്ടീഷനിലാണോ RBCയുടെ നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് അല്ലെങ്കിൽ ബ്ലഡിലുള്ള RBCയുടെ അളവ് കുറയുന്നത്, അപ്പോൾ ആ ഒരു RBCയുടെ പ്രൊഡക്ഷൻ മാത്രം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എലക്ടീവ് സർജറി, അതായത് നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്തും ഈ പറയുന്ന പോലെ ബ്ലഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ എറിത്രോപോയറ്റിൻ ഇൻജെക്ട് ചെയ്യാറുണ്ട്. ഫൈനലി ഓപ്രിൽകിവിൻ അല്ലെങ്കിൽ നമ്മൾ ഇന്റർലൂക്കിൻ 11 എന്ന് പറയുന്നത്, ഓപ്രിൽവിക്കിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്റർലൂക്കിൻ തന്നെയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളതിന്റെ കൊമേഴ്ഷ്യൽ നെയിം എന്ന് പറയില്ലേ. ഓക്കെ, സോ ഇന്റർലൂക്കിൻ 2 ഓപ്രലിക്വിക്കിൻ എന്ന് പറയുന്നത് മെഗോകാരിയോസൈറ്റ് പ്രൊജനിറ്റർ സ്റ്റെം എന്നാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ റേഡിയേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ബ്ലഡ് സെൽസിൽ റിഡക്ഷൻ വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് ന്യൂട്രോഫിലും, രണ്ടാമത്തേന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റുമാണ്. പ്ലേറ്റ്ലെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പ്ലേറ്റ്ലെറ്റിന്റെ അളവ് വെച്ചിട്ട് ക്യാൻസർ കീമോതെറാപ്പിയുടെ ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ കീമോതെറാപ്പി പേഷ്യൻസിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് സമയത്ത് വളരെയധികം പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്ന സമയത്താണ് നമ്മളതിനെ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. അത് പ്ലേറ്റ്ലെറ്റ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ പ്ലേറ്റ്ലെറ്റ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ലീനേജിനെ മാത്രം അപ്രഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇന്റർലൂക്കിൻ 11 എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെമറ്റോപോയറ്റിക് ഗ്രോത്ത് ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഡിസിൻ ആൻഡ് ഓൾസോ ട്രാൻസ്പ്ലാന്റേഷൻ ക്യാൻസറിന്റെ സമയത്ത്, ഇപ്പോൾ കീമോതെറാപ്പിയുടെ സമയത്ത്, അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്ത്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ, അതായത് ഈ പറയുന്ന പോലെ ബ്ലഡ് സെൽസിന്റെ അളവ് കുറവാകുന്ന ഡിസീസ് കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇന്റർവെനസ്ലി ഇൻജെക്ട് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് ഈ പറയുന്ന ഹെമറ്റോപോയറ്റിക് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ജീൻസ് ആർ റെഗുലേറ്റ് ഹെമറ്റോപോയസിസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെമറ്റോപോയസിസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ജീൻസ് ഉണ്ട്, വിച്ച് ഇസ് ബിയോണ്ട് ദ ഡിസ്കഷൻ ഓഫ് ഒരു ഫ്യൂ ലെക്ചേഴ്സ് കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ജീൻ്റെ ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് അതിൻ്റെ ആ ഒരു ജീൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ സമയം തൊട്ടുള്ള ജീൻസ് എല്ലാം ഈ പറയുന്ന ഹെമറ്റോപോയസിസ് ഗ്രോത്ത് ഫാക്ടേഴ്സിൽ അല്ലെങ്കിൽ ഹെമറ്റോപോയസിസ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അഗെയിൻ ദെർ ആർ സർട്ടൻ most important genes that are involved in the hematopoiesis. ഞാൻ അത് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ GATA2ന്റെ ജീൻസ് ആണ്. സോ ഈ GATA2 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ എല്ലാ ഹെമറ്റോപോയറ്റിക് ലീനേജിന്റെ സമയത്തും ആ ഒരു സെൽ പ്രോലിഫറേഷന് വേണ്ടിയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. അപ്പൊ ഈ GATA2ന്റെ ജീനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെമറ്റോപോയറ്റിക് റെഗുലേഷൻ ജീൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഓൾ ഹെമറ്റോപോയറ്റിക് ലീനേജ്. എല്ലാ ഹെമറ്റോപോയറ്റിക് ലീനേജിലും ഈ ഗാട്ട ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ കാണാൻ പറ്റും. നൗ അതുപോലെ തന്നെ BMI1 എന്ന് പറയുന്നതും ഒരു ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റർ ആണ്. BMI1 എന്ന് പറയുന്ന ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിന്റെ സെൽഫ് റിന്യൂവലിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ല് ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ജനറേഷൻ ഉണ്ടാവണമെങ്കിൽ വീണ്ടും ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ഉണ്ടാവണമല്ലോ. അപ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പോലെ ഈ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ല് തന്നെ ഡിവൈഡ് ചെയ്ത് വീണ്ടും അതിന്റെ തന്നെ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യും. സെൽഫ് റിന്യൂവൽ കാപ്പബിലിറ്റി ഓഫ് ഈ ഒരു ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ എന്ന് പറയും. ഈ ഒരു സെൽഫ് റിന്യൂവൽ കാപ്പബിലിറ്റി അല്ലെങ്കിൽ സെൽഫ് റിന്യൂവൽ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ് BMI1 എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന്റെ ജീനും അതുകൊണ്ട് തന്നെ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിന്റെ ഡിവിഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ജീനാണ്. നൗ
ഇക്കാരോസ് ഫാമിലി ഓഫ് റെഗുലേറ്റേഴ്സ്. ഇക്കാരോസ് ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ട്രാൻസ്ക്രിപ്ഷണൽ റെഗുലേറ്റേഴ്സ് ഉണ്ട്. അവര് ലിംഫോയിഡ് പ്രൊജനി, അതായത് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ എന്നുള്ള 2 പ്രൊജനീസ് ഉണ്ടാവുമല്ലോ, അതില് ലിംഫോയിഡ് പ്രൊജനീസിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഇക്കാരോസ് ഫാമിലി ഓഫ് ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നോച്ച് ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിംഫോയിഡ് എത്തിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ അവിടുന്ന് ബിയും ടിയും ഉണ്ടല്ലോ. അപ്പോൾ ഈ ലിംഫോയിഡ് പ്രൊജനി പിന്നീട് ബി ആണോ ടി ആവണോ എന്ന് തീരുമാനിക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് നോച്ച് ഫാമിലിയാണ്. സോ ദ നോച്ച് ഫാമിലിയുടെ ജീൻസും ഈ ഒരു ഹെമറ്റോപോയസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആൻഡ് ഓൾസോ ദർ ആർ സർട്ടൻ എൻവയോൺമെന്റൽ ചേഞ്ചസ് that can also regulate hematopoiesis. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻഫെക്ഷൻ്റെ സമയത്ത് സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുന്നുണ്ടെന്നുണ്ട്. ഈ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുന്നത് ദേ ക്യാൻ ഡയറക്ട്ലി എഫക്ട് ദ ഹെമറ്റോപോയസിസ്. അപ്പോൾ നമ്മുടെ ഇൻഫെക്ഷൻ സൈറ്റിൽ നിന്നുള്ള സൈറ്റോകൈൻസ് ഹെമറ്റോപോയസിസിൽ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ വെച്ചിട്ട് നോർമൽ പ്രൊഡക്ഷനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ഹെമറ്റോപോയിറ്റിക് സെൽ ലീനിയേജസിനെയും സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കംപ്ലീറ്റ്ലി അപ്രഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റോകൈൻ പ്രൊഡക്ഷന് പറ്റും, അതായത് സൈറ്റോകൈൻ മെസ്സഞ്ചറിന് പറ്റും. സോ എൻവയോൺമെന്റൽ ചേഞ്ചസും ഹെമറ്റോപോയസിസിനെ ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കീപ്പ് ഇൻ മൈൻഡ് ഗാട്ട എന്ന് പറയുന്നത് എല്ലാ ഹെമറ്റോപോയസിസ് ലീനിയേജിനും ആവശ്യമുള്ളൊരു ഗ്രോത്ത് ഫാക്ടറാണ്. BMI എന്ന് പറയുന്നത് നമ്മുടെ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെല്ലിന്റെ സെൽഫ് റിലീവലിന് വേണ്ടിയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. ഇക്കാരോസ് എന്ന് പറയുന്ന ലിംഫോയിഡ് ലീനിയേജ് വേണോ മൈലോയിഡ് ലീനിയേജ് വേണോ എന്ന് തീരുമാനിക്കുക. അതായത് മൈലോയിഡിന് ഇക്കാരോസ് മൈലോയിഡിലൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇക്കാരോസ് ഉണ്ടെങ്കിൽ ലിംഫോയിഡ് ലീനിയേജ് ഡിഫറേഷൻ വേണമെങ്കിൽ ഇക്കാരോസ് മസ്റ്റ് ആയിട്ട് വേണം. ഇനി ഈ ലിംഫോയിഡിൽ നിന്ന് ബി വേണോ ടി വേണോ തീരുമാനിക്കുന്നത് നോച്ച് ഫാമിലി ഓഫ് റിസെപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിന്റെ എല്ലാം ജീൻസ് ഹെമറ്റോപോയസിസിനെ ഭയങ്കരധികം റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിന്റെയും ജീൻസിന്റെ അപ് റെഗുലേഷനും ഡൗൺ റെഗുലേഷനും ഹെമറ്റോപോയസിന്റെ റേറ്റിനെ ഭയങ്കരധികം എഫക്ട് ചെയ്യും. പ്ലസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് സൈറ്റോകൈൻസ് പോലെ ഉള്ള കെമിക്കൽ മെസ്സഞ്ചേഴ്സും സ്പെസിഫിക്കലി അല്ലെങ്കിൽ ടോട്ടലി ഹെമറ്റോപോയസിന്റെ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഇത് കൂടാതെ there are certain other factors which can എന്താ പറയുക which can regulate hematopoiesis. അതായത് നമ്മുടെ ഹെമറ്റോപോയസിസിൽ ഏതെങ്കിലും അളവിൽ കൂടുകയോ കുറയോ ചെയ്യുകയാണെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്ത് ഒരു സ്റ്റഡി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം ഫാക്ടേഴ്സും കൂടി ഉണ്ട്. സോ there are certain factors that can maintain steady state level of blood cells by adding or റിമൂവിങ് എക്സസീവ്ലി പ്രൊഡ്യൂസ്ഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, അല്ലെങ്കിൽ അവര് ആഡ് ചെയ്യും. അത് ഏതെങ്കിലും അളവ് കുറവുണ്ടെങ്കിൽ ആ ഒരു ലീനേജിന് ആഡ് ചെയ്യും. അല്ലല്ല ഏതെങ്കിലും ലീനേജിന്റെ പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ അവർ അതിനെ ആഡ് ചെയ്യും. അതായത് ആ ഒരു സ്റ്റഡി സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഹെമറ്റോപോയസിസിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ബ്ലഡ് സെൽ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. എവിടെയെങ്കിലും കുറഞ്ഞ ആ സെൽസിനെയും കൂടുതലായിട്ട് അപ്പ് റെഗുലേറ്റ് ചെയ്യും, ആ ഒരു ലീനേജിനെ അപ്പ് റെഗുലേറ്റ് ചെയ്യും. എവിടെയെങ്കിലും പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ ആ ഒരു ലീനേജിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യും. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് certain soluble ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ മോളിക്യൂൾസ് ആൻഡ് ബൈൻഡ് ടു സെൽ സർഫസ് റിസെപ്റ്റേഴ്സ് നമ്മുടെ എന്താ പറയുക ബ്ലഡിലൂടെ പോയി ഈ പറയുന്ന ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസിലേക്ക് എത്തി അവിടെ അവരുടെ സെൽ സർഫസ് മോളിക്യൂൾസ് ആയിട്ട് ബൈൻഡ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രൊജനീനെ കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യതയുള്ള കുറച്ച് അല്ലെങ്കിൽ കഴിവുള്ള കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്. ലൈക്ക് ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആൻഡ് GCF. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ GCF, സ്റ്റെം സെൽ ഫാക്ടേഴ്സ്, ഇന്റർലൂക്കിൻസ് ആൻഡ് സെവറൽ അതേഴ്സ്. അപ്പോൾ ഈ GCF എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു റെഗുലേറ്ററി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിസീസ് കണ്ടീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഡിസീസ് കണ്ടീഷനിൽ ന്യൂട്രോഫിൽ, ഇപ്പം ന്യൂട്രോപീനിയയുടെ സമയത്ത് ന്യൂട്രോഫിലിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയുമല്ലോ. സോ ദർ ഇസ് എ സ്റ്റഡി സ്റ്റേറ്റിന് ഒരു വേരിയേഷൻ വന്നു. അപ്പോൾ ആ സ്റ്റഡി സ്റ്റേറ്റിന് വേരിയേഷൻ വരുന്ന സമയത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് GCF കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റഡി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ എനി ഫാക്ടർ ദാറ്റ് ക്യാൻ ബി ആഡഡ്
in order to maintain the steady state can be considered as a regulatory factor. അപ്പോൾ GCF ഒരു regulatory factor ആണ്, ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ regulatory factor ആണ്. Then ഇന്റർലൂക്കിനെ ഞാൻ പറഞ്ഞു ഒരു നമ്മൾ പ്ലേറ്റ്ലെറ്റ് പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് ഇൻജെക്ട് ചെയ്യുന്നുണ്ടല്ലോ. സോ ഓൾ ദീസ് ആർ സോലബിൾ സർഫസ് റിസെപ്റ്റേഴ്സ്. ദെൻ ദർ ആർ സർട്ടൻ ഇവരെല്ലാം സർഫസ്, അതായത് ആ സെൽസിന്റെ സർഫസ് റിസെപ്റ്റേഴ്സ് ബൈൻഡ് ചെയ്തിട്ട് അപ്രഗുലേഷൻ ചെയ്യുന്നതാണ്. ഇനി ദർ ആർ സർട്ടൻ മോളിക്യൂൾസ് വിച്ച് ക്യാൻ എൻറ്റർ ദി സെൽ, അതായത് സർഫസ് റിസെപ്റ്റർ ബൈൻഡ് ചെയ്ത് സെല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദേ ക്യാൻ ബൈൻഡ് ടു സൈറ്റോപ്ലാസ്മിക് ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് റെറ്റിനോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൈറ്റോകൈൻസ്. സൈറ്റോകൈൻസിനും ഇത് പറഞ്ഞ പോലെ ബ്ലഡിലൂടെ വന്ന് റിസെപ്റ്റേഴ്സായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ ഏതെങ്കിലുമൊക്കെ പ്രൊജനീസ് അപ്പ് റെഗുലേറ്റ് ചെയ്യാനും ഡൗൺ റെഗുലേറ്റ് ചെയ്യാനും പറ്റും. ഇനി സൈറ്റോകൈൻ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് അബ്നോർമൽ ആവുകയാണെങ്കിൽ ക്യാൻസർ, അതായത് പല സെൽസിൻ്റെയും എന്താ പറയുക ഡിവിഷൻ അൺകൺട്രോൾഡ് ആവുകയും ട്യൂമർ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നൗ there are certain transcription factors and DNA methylation. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, BMI, GATA എന്നൊക്കെ പറയുന്നത്. There are various other transcription factors also that can selectively bind to any particular lineage and downregulate or upregulate that particular ലീനേജ് ഡിഫറൻഷിയേഷൻ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലീനേജിൽ എഫക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൽ ബൈൻഡ് ചെയ്തിട്ട് ആ ഒരു ലീനേജിന്റെ പ്രൊജനി മാത്രം ഡൗൺ റെഗുലേറ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും പറ്റുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ദീസ് ക്യാൻ ഓൾസോ റെഗുലേറ്റ് ഓർ മെയിൻറ്റെയിൻ ദി സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ദി ഹെമറ്റോപോയ്സിസ്. സോ ആൻഡ് ഓൾസോ DNA മെത്തിലേഷൻ. DNA മെത്തിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ജീനില്ലേ, എന്താ പറയുക, ജീൻസിനെ ഇൻആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി DNA മെത്തിലേഷൻ സഹായിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഏതെങ്കിലും ഒക്കെ അറ്റാച്ച് ചെയ്ത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ലീനേജ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ പ്രസന്റ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അപ്രഗുലേറ്റഡ് ആവുകയാണെന്ന് വിചാരിക്കരുത്. സോ അതായത് അവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഡൗൺ റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന്റെ പ്രൊഡക്ഷൻ നിൽക്കണം. ഇങ്ങനെയുള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ DNA മെത്തിലേഷൻ ഒക്കേഴ്സ് ഇൻ ദി ജീൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന DNA ആ പെർട്ടിക്കുലർ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുള്ള ജീനിൽ മെത്തിലേഷൻ സംഭവിക്കുമ്പോൾ ദ ജീൻ വിൽ ഗെറ്റ്സ് ഇൻആക്ടിവേറ്റഡ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ പ്രൊഡക്ഷൻ കുറയും ആൻഡ് consecutively the production of transcription factor and thereby the division of that particular lineage is stopped. അപ്പോൾ DNA മെത്തിലേഷനും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്ററി പ്രോട്ടീൻസിന്റെ അപ്പ് റെഗുലേഷൻ ഡൗൺ റെഗുലേഷനും ഓൾസോ ഇസ് ഇൻവോൾവ് ഇൻ ദ റെഗുലേഷൻ ഓഫ് ഹെമറ്റോപോയ്സിസ്. ആൻഡ് ഫൈനലി അപ്പോപ്റ്റോസിസ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, ഏതെങ്കിലും ഒരു ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ ലീനേജിലെ പ്രസന്റ് സെല്ല് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നേരെ പ്രോഗ്രാം സെല്ലെത്തുന്നു. പിന്നെ ഇവിടെ ആവശ്യമില്ല, those cells are directed to get ഡയറക്റ്റഡ് ഫോർ സെൽ ഡെത്ത്. അപ്പോൾ ഇപ്പോൾ ചില സമയത്ത് ആക്സിഡൻ്റലി ന്യൂട്രോഫിൽസിൻ്റെ അളവ് കൂടുകയെന്ന് വെച്ചോ, ദെൻ അഗെയിൻ ദി അപ്പോപ്റ്റോസിസ് ഫാക്ടേഴ്സ് വിൽ ബൈൻഡ് ടു ദ സെൽ ആൻഡ് ഡയറക്ട് ദ സെൽസ് ടു അണ്ടർഗോ സെൽ ഡെത്ത്.